നവംബർ 18 മുതൽ നവകേരള സദസ്സ് കാസർഗോഡ് നിന്നും ആരംഭിച്ചത് മുതൽ വലിയ ജനപങ്കാളിത്തവും ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും ഏറ്റുവാങ്ങിയാണ്, ആശീർവാദവും ഏറ്റുവാങ്ങിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും 20 ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്നിപ്പോൾ സഞ്ചരിച്ച് സമാപന ദിവസമായ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റുകൾ ഈ നവകേരള സദസ്സിനെ അനുകരിച്ച് ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചുള്ള പരിപാടികൾ തയ്യാറാക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നവകേരള സദസ്സ് എന്തായിരുന്നു, അത് പൂർണ്ണമായും വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച നിഷ്പക്ഷമായ വിലയിരുത്തൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായ പരിഹാരം 45 ദിവസം പറയുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ എടുത്തിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കരുതൽ അത് നാം ഏവരും അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. എത്രയോ കാലമായ ഒരു ആദിവാസി ഊരിൽ വെള്ളവും വൈദ്യുതിയും എത്തിച്ചേർന്നിട്ടില്ല. ഒറ്റയടിക്ക് ഇത് പലപ്പോഴും ചുവപ്പ് നാടയിൽ കുരുങ്ങി ചില ഫയലുകൾ കിടക്കുന്നത് സർവ്വസാധാരണമാണ്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായിയുടെ ഇച്ഛാശക്തി ആർന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിൽ നവകേരള സദസ്സ് മാറ്റി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ കോവളത്താണ്, രാവിലത്തെ പ്രോഗ്രാമാണ്. ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ് ശ്രീ എം രവീന്ദ്രൻ. അവിടെ വലിയ നിലയിൽ ജനകീയ അംഗീകാരമുള്ള ആ പ്രദേശത്ത് തുടർച്ചയായി ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഇന്നിപ്പോൾ നവകേരള സദസ്സിൽ ഇതിൻ്റെ വികസന നയങ്ങളെ മുഴുവൻ നോക്കിക്കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരും നടത്തുന്ന ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് സംഘാടക സമിതിയോട് ഇങ്ങോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹം നവകേരള സദസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം കടന്നു വരികയാണ് ചെയ്തത്. അദ്ദേഹത്തെ വളരെ ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.